ഇന്നും ഒരു സെയിൽ പോസ്റ്റാണ്. 4 മാസം പ്രായമായ സൊണാലി കോഴികളാണ് ഉള്ളത്. ഇവർ 5.5 മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങും. ഇപ്പോൾ ഇവരുടെ പ്രായം 4 മാസമായതുകൊണ്ട് ഇനിയൊരു 1.5 മാസം കൂടി ഫുഡ് കൊടുത്താൽ ഇവർ മുട്ടയിട്ട് തുടങ്ങും. ഇവരെ ചെറുപ്പം മുതലേ ഇലകളും പുല്ലുകളുമൊക്കെ കൊടുത്ത് ശീലിപ്പിച്ച കോഴികളാണ്. ഇതൊക്കെ ഇവർ കഴിക്കുന്നത് കൊണ്ട് തീറ്റച്ചിലവ് വളരെ കുറവാണ്. മുരിങ്ങയുടെ ഇല, അസോള, പപ്പായയുടെ ഇല, പുല്ലുകൾ ഇതൊക്കെ ഇവർ നല്ലോണം കഴിക്കൂട്ടോ. ഇവർ ടോട്ടൽ 6 പീസാണുള്ളത്. അതിൽ 5 പിടയും ഒരു പൂവനുമാണ് ഉള്ളത്. ഇവർ നാടൻ കോഴിയും ആയി നല്ല സാമ്യമുള്ള കോഴികളാണ്. നാടൻ കോഴിയുടെ അതേ ഭാരവും നാടൻ കോഴിയോട് സാമ്യം തോന്നുന്ന അതേ കളറുമാണ് ഇവർ വരിക. ഇവർ നാടൻ കോഴിയുമായുള്ള വ്യത്യാസം വരുന്നത് ഇവർ അടയിരിക്കില്ല. ഇവർ വർഷത്തിൽ 240 മുട്ട വരെ ഇടും. അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്രായമാണിത്. 4 മാസം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാകാനുള്ള സാധ്യതയൊന്നും ഇനിയില്ല. ഇനി വലിയ പട്ടിയോ പൂച്ചയൊക്കെ പിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാം ആക്റ്റീവായ നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഓൾ കേരള ഡെലിവറി ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ട കോഴികളൊക്കെ സെയിലായിട്ടുണ്ട് കേട്ടോ. അത് ചോദിച്ച് ഇപ്പോഴും ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കാം കേട്ടോ. വിളിച്ചാൽ ഫോൺ എടുക്കാൻ കഴിയണമെന്നില്ല. ഇവരെ വൈകുന്നേരം മാത്രം 1 മണിക്കൂർ പുറത്ത് വിടാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ള സമയത്തിലൊക്കെ കൂട്ടിലടച്ചിട്ട് വളർത്തുന്ന കോഴികളാണ് ഇവർ. ഇവരെല്ലാം കഴിക്കൂട്ടോ. ഗോതമ്പ്, നെല്ല്, അരി, കോഴിത്തീറ്റ ഇതൊക്കെയാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്. ചോറ് വല്ലാതെ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ വലിയ കോഴികൾ കൊടുക്കാനുണ്ടാകുമ്പോൾ പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോരുത്തരേക്ക് മെസ്സേജ് അയച്ച് പറയുന്നതിലേറെ നല്ലത് ഇങ്ങനെ വീഡിയോ ഇടുന്നതാണല്ലോ. ഇവരൊക്കെ സിൽവർ കളറിനോട് സാമ്യമുള്ള കോഴികളാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കി.